ഹായ് ഫ്രണ്ട്സ്, ഷുഗർ സ്റ്റോക്കുകൾ വീണ്ടും ലൈം ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഷുഗർ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം വർഷമായിരുന്നു. സർക്കാർ ഇത്തനോൾ ബ്ലെൻഡിങ്ങിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഷുഗർ സ്റ്റോക്കുകളിൽ ഡൗൺ ട്രെൻഡിന് കാരണമായിരുന്നു. ഇലക്ഷനോടനുബന്ധിച്ച് ഷുഗർ പ്രൈസ് വർദ്ധിച്ചാൽ അത് ഭരിക്കുന്ന സർക്കാരിനെ ബാധിക്കുമെന്നതിനാൽ കൂടുതൽ ഇത്തനോൾ ബ്ലെൻഡിങ്ങിലേക്ക് പോകാതെ ഷുഗർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനാണ് കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന നിർദ്ദേശം. അപ്പോൾ ആ ഒരു നിർദ്ദേശം കാരണം കമ്പനികൾ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഷുഗർ സ്റ്റോക്കുകളിൽ നമുക്ക് കാണുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും ഈ സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായ ടോപ്പ് 5 സ്റ്റോക്കുകളെ കുറിച്ചുമാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു പുതിയ റാലി ഷുഗർ സ്റ്റോക്കുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാരണം ഇൻ്റർനാഷണലായിട്ട് കമോഡിറ്റികളുടെ പ്രൈസിനെ ഫോളോ ചെയ്യുന്ന അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കായിട്ട് കണക്കാക്കുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ആ എക്സ്ചേഞ്ചിൽ ഷുഗറിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒരു പ്രൈസ് അത് വർദ്ധിച്ചതായിട്ട് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ മൊത്തത്തിൽ ഈ ഷുഗർ സ്റ്റോക്കുകൾ ഒരു ഷൂട്ടപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷുഗറിൻ്റെ ഈ ഒരു ഫ്യൂച്ചർ പ്രൈസ് വർദ്ധിക്കാനുള്ള കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഷുഗർ എക്സ്പോർട്ടിംഗ് രാജ്യമായിട്ടുള്ള ബ്രസീലിൽ അവരുടെ പഞ്ചസാര ഉൽപ്പാദനത്തിൻ്റെ ആ ഒരു മൊമെൻറ്റം കുറഞ്ഞതായിട്ട് റോയിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ഉൽപ്പാദനത്തിൽ ഈ വർഷം പകുതിയോടെ ഏകദേശം 0.8% ഒരു കുറവ് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് അവിടെ പറയുന്ന സൂചന. അപ്പോൾ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടായിട്ടുള്ള ഇന്ത്യൻ കമ്പനികളുടെ മുന്നിൽ നല്ലൊരു അവസരം തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഈ ഒരു ഷുഗർ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റത്തിനുള്ള കാരണം. ഇനി രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് പുതിയ സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് ഷുഗറിൽ ഒരു താങ്ങുവില നിശ്ചയിക്കും എന്നുള്ളതാണ്. അതായത് മിനിമം സെയിൽസ് പ്രൈസ്. അപ്പോൾ അത് ഏകദേശം 40-41 എന്നുള്ള രൂപയായിരിക്കും ഇതിൻ്റെ താങ്ങുവിലയായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനം ഷുഗർ സ്റ്റോക്കുകളിൽ ഒരു പ്രോത്സാഹനം ഉണ്ടാകുമെന്നും കാരണം അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ സ്റ്റോക്കുകളിൽ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി നല്ലൊരു മുന്നേറ്റം കാണാൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് കേന്ദ്രമന്ത്രിസഭയിലുള്ള യൂണിയൻ മിനിസ്റ്ററായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി, അദ്ദേഹമാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ക്യാബിനറ്റ് ചാർജുള്ള മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് പെട്രോൾ ഇത്തനോൾ ബ്ലെൻഡിങ് എന്നുള്ള ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാന് ഏകദേശം 15% അച്ചീവ് ചെയ്തതായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ 2025 ടാർഗറ്റ് എന്ന് പറയുന്നത് 20%. അപ്പോൾ ആ 20% 2025 അച്ചീവ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഈ ഇത്തനോൾ ബ്ലെൻഡിങ്ങിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ ഇത്തനോൾ പ്രൊഡക്ഷനിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം ഷുഗർ കമ്പനികളിൽ നിന്ന് എടുത്തു കളയാൻ ചിലപ്പോൾ സർക്കാർ തയ്യാറായിരിക്കും. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഷുഗർ സ്റ്റോക്കുകളുടെ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു 2-3 കാരണങ്ങളാണ് ഷുഗർ സ്റ്റോക്കുകളിലുള്ള ഒരു പുതിയ ഉണർവിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റോക്കുകളിലേക്ക് വന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ 3 ലീഡിങ് ഇത്തനോൾ ബ്ലെൻഡിങ് റിലേറ്റഡ് സ്റ്റോക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ ഷുഗർ സ്റ്റോക്കുകൾ പക്ഷേ കൂടുതലായിട്ടും ഇത്തനോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സ്റ്റോക്കുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കാണുക. അതിൽ നിന്ന് എത്തനോൾ ബ്ലെൻഡിങ് എന്താണെന്നും അതുപോലെ അതിലുള്ള സ്റ്റോക്കുകളെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തെന്ന് കാണാൻ കഴിയും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ സ്റ്റോക്കുകൾ ഒന്ന് ത്രിവേണി എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇത് 1 ഇയേഴ്സിൻ്റെ കഴിഞ്ഞ റിട്ടേൺ എന്ന് പറയുന്നത് 39% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ 417 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സ്റ്റോക്ക്. ഇപ്പോൾ അതിൻ്റെ ചാർട്ട് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ കഴിയുക. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് പറഞ്ഞത് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. അതിൻ്റെ 1 ഇയർ റിട്ടേൺ 80% ആണ്. 709 എന്ന പുതിയൊരു ഓൾ ടൈം ഹൈ ഓൾറെഡി പ്രാജ് ഇൻഡസ്ട്രീസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞതായിട്ട് നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് പറഞ്ഞിരുന്നത് ഡാൽമിയ ഭാരതാണ്. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ 18% ആണ്. അതായത് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 606 ഇനിയും അത് അച്ചീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഇപ്പോഴും ഈ സ്റ്റോക്കിൽ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 സ്റ്റോക്കുകൾ കൂടാതെ പുതുതായിട്ട് 2 സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. ഇതൊരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. കാരണം ഈ 2 സ്റ്റോക്കുകളും മൈക്രോ ക്യാപ് സെഗ്മെൻറ്റുള്ള സ്റ്റോക്കുകളാണ്. വളരെയധികം റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ടേക്കിംഗ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഈ സ്റ്റോക്ക് ചേരുകയുള്ളൂ. അപ്പോൾ ആ 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് KCP ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ്.
$1995 രൂപം കൊണ്ട KCP ഷുഗർ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പ്രധാനമായിട്ടും ഷുഗർ മാനുഫാക്ചറിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളുമാണ് ചെയ്യുന്നത്. അതിൽ ഇവർ അഡീഷണൽ ആയിട്ട് ഉള്ള ഇവരുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് റെക്ടിഫൈഡ് സ്പിരിറ്റ്, അതുപോലെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, അതുപോലെ എത്തനോൾ, സർജിക്കൽ സ്പിരിറ്റ്, കൂടാതെ ഓർഗാനിക് മാന്യൂർ, അതുപോലെ കാൽസ്യം ലാക്റ്റേറ്റ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉരടുതാൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഇവർക്ക് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലെ തൃച്ചിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ ഇവർക്ക് മറ്റൊരു പ്ലാന്റ് ഉള്ളത് കൃഷ്ണ ഡിസ്ട്രിക്റ്റിലാണ്, ആന്ധ്രാപ്രദേശിൽ. അവിടെയും ഇവരുടെ ഡിസ്റ്റിലറി പ്രൊജക്റ്റും കൂടാതെ 15 മെഗാവാട്ട് പവർ പ്ലാന്റും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഒരു സെഗ്മെൻറ്റ് വൈസ് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ നിർമ്മാണത്തിലാണ് ഇവർ 59% റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീടുള്ളത് കെമിക്കൽസിൽ 9%, പവർ ആൻഡ് ഫ്യൂവലിൽ 7%, എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് 23%, മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് 2% ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജോഗ്രഫിക്കലായിട്ടുള്ള ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അകത്ത് നിന്ന് തന്നെയാണ്. ഡൊമസ്റ്റിക് ആയിട്ടാണ് 94% റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു 6% ഒരു എക്സ്പോർട്ട് ബിസിനസ് ഇവർ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 513 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 45 രൂപയാണ്. ഇതിൻ്റെ ഹൈ 54 വരെ പോയിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ ഒരു PE റേഷ്യോ എന്ന് പറയുന്നത് 8.52 ആണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 14.7 ആണ്. ഇൻഡസ്ട്രി PEക്കാളും താഴെ അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. കൂടാതെ ഇതിൻ്റെ ബുക്ക് വാല്യൂ 38.7 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.15 മാത്രമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്. ഇതിൻ്റെ ഒരു ഡിവിഡൻഡ് ഈൽഡ് 0.42 നൽകുന്ന ഒരു കമ്പനി കൂടിയാണിത്. കൂടാതെ ROC 14.4ഉം ROE 14.7ഉമാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ROEയും ROCയും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഇയർ ഓൺ ഇയർ സെയിൽസിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയുള്ള 24.8% സെയിൽസ് വർധനവും, കൂടാതെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 241% വർധനവും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ കമ്പനിക്ക് അതിൻ്റെ ഡെപ്റ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.33 മാത്രമേ ഉള്ളൂ. അതുപോലെ സ്റ്റോക്കുകളൊന്നും പ്ലഡ്ജ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അത് 40.6 ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെ നേരിയ ഒരു 0.04ൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമാണുള്ളത്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇതിൽ തീരെയില്ല. അതുപോലെ പബ്ലിക് ഹോൾഡിംഗ് ആണ് 59.4% കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഒരു റിസ്കി സ്റ്റോക്കാണെന്ന് പറയാൻ കാരണം പബ്ലിക് ഹോൾഡിംഗ് ധാരാളമായിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു പാനിക് സെല്ലിംഗ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം പബ്ലിക് ഒരിക്കലും സ്റ്റോക്കുകൾ കുറേ കാലം ഹോൾഡ് ചെയ്യുകയില്ല. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന പോലെ എല്ലാ പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുക ഒരു ഷോർട്ട് ടേം വ്യൂ ഉള്ളവരായിരിക്കും കൂടുതൽ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ KM ഷുഗർ മിൽസ് ലിമിറ്റഡ് ആണ്. ഇത് 1971 രൂപം കണ്ട ഈ ഒരു ഷുഗർ മിൽസ് ഇവർ ഷുഗർ മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും നടത്തുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ എത്തനോൾ, ഈത്തൈൽ ആൽക്കഹോൾ കൂടാതെ എല്ലാ ഷുഗർ കമ്പനികളും ചെയ്യുന്നത് പോലെ ബയോഗ്യാസിൽ നിന്നുള്ള പവർ ജനറേഷനും ഇവർ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നിലകൊള്ളുന്നത് ഉത്തർപ്രദേശിലുള്ള ഫൈസാബാദ് ഡിസ്ട്രിക്റ്റിലെ അയോധ്യയിലാണ്. ഈ കമ്പനിയുടെ ഒരു സെഗ്മെൻറ്റ് വൈസ് റവന്യൂ നോക്കുകയാണെങ്കിൽ ഷുഗറിൽ നിന്നാണ് ഇവർ 59% റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റിലറിയിൽ നിന്ന് 9% മാത്രവും പവർ ജനറേഷനിൽ നിന്ന് 2% മാത്രമാണ് ഇവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 442 കോടിയുള്ള മറ്റൊരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 48 ആണ്. ഹൈ 50 വരെ പോയിരുന്നു. സ്റ്റോക്കിൻ്റെ PE 15.8%. ഇൻഡസ്ട്രി PE 14.7 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.45 ഉള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് കാണുന്നത്. അത് ഒരു റീസണബിൾ ആണ്. ROC 9.78ഉം ROE 9.71ഉം ആണ്. ഇതൊരു ആവറേജ് ROEയും ROCയുമാണ്. ഇനി ഇയർ ഓൺ ഇയർ സെയിൽസിൽ 35% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 1097% വർധനവും കാണുന്നുണ്ട്. ഈ 1097% വർധനവിൻ്റെ ഒരു കാരണം ഇവരുടെ ഒരു ഡിസ്റ്റിലറി സെയിൽ ചെയ്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അസറ്റുകൾ ഇവർ സെൽ ഓഫ് ചെയ്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അതർ ഇൻകത്തിലൂടെ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയായാലും അവരുടെ സെയിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം അതിനാനുപാതികമായിട്ടുള്ള പ്രോഫിറ്റും ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.96 ആണ്. ഏകദേശം ഒന്നിനടുത്തുണ്ട്, പക്ഷേ ഒന്നിൽ കൂടുതലായിട്ടില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. അതുപോലെ പ്ലഡ്ജഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊന്നും ഇവർക്കില്ല. ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 56.5 ശക്തമായൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണാൻ കഴിയും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 0.25% നേരിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ സ്റ്റോക്കിലുള്ളത്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ തീരെയില്ല.
പബ്ലിക് ഹോൾഡിംഗ് 43.2% ഉണ്ട്. അപ്പോൾ ഇതിലും പബ്ലിക് ഹോൾഡിംഗ് വളരെ ഹൈ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതും ഒരു റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ 5 സ്റ്റോക്കുകളെ നിങ്ങൾ ഒന്നുകൂടി വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടേതായ തീരുമാനമെടുക്കാം. ഷുഗർ സ്റ്റോക്കുകളിൽ നല്ലൊരു മുന്നേറ്റം അടുത്ത ഒരു വർഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അതിൻ്റെ മൊത്തത്തിലുള്ള വാർത്തകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.